ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിലൂടെ നിങ്ങൾ പഞ്ചീവ് കണ്ടു കാണും. ഇനി നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് 3000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഒരു ഇടി കിട്ടിയ ഒരു പഞ്ചീവിയാണ്. ഓണർ, വെൽക്കം ബാക്ക്. അതും ഞാൻ തന്നെ. ഫസ്റ്റ് വണ്ടി ഇടിച്ചിട്ട് ഷോറൂമിൽ കയറ്റി ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത പഞ്ചീവി എന്ന ടാഗും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് കേരളയിലെ ഫസ്റ്റ് വണ്ടി ഇറക്കണമെന്നുണ്ടായി. അതെ അതെ. പക്ഷേ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വണ്ടിയാണ് ബോഡി ഷോപ്പിൽ കയറുന്നത്. ബോഡി ഷോപ്പിൽ ആദ്യമായിട്ടായിരിക്കും പഞ്ചീവിയുടെ ഫേസ് ലിഫ്റ്റ് കയറിയത് എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം സ്പെയർ പാർട്സ് ഇല്ല, പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സിന് ഇച്ചിരി ടാസ്ക് ഉണ്ട്, നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതൊക്കെ ആ സ്റ്റോറിലോട്ടൊക്കെ വരാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പഞ്ചീവിയുടെ ഒരു ഡീറ്റെയിൽഡ് ഒരു 3000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയുടെ എല്ലാം മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുറ്റങ്ങളും കുറവുകളും ആൻഡ് നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണോ പഞ്ചീവി എന്നുള്ള ഒരു കൺക്ലൂഷൻ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വീഡിയോ തുടങ്ങാം. അതെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പഞ്ചീവി സെലക്ട് ചെയ്തതിൽ റിഗ്രറ്റ് ഉണ്ടോ സഫ്നു? ഒരു കാരണവശാലും ഇല്ല, ഹാപ്പിയാണ്, ഇതുവരെ ഹാപ്പിയാ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇഗ്നിസ് ആണ്, പെട്രോൾ വണ്ടിയാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇവിയിലോട്ട് വന്നു. അതേ ഒരു സെഗ്മെന്റ് സെയിം അല്ലെങ്കിൽ പോലും ഒരു സെയിം സൈസ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അത് എങ്ങനെയുണ്ട് ഹാൻഡിൽ ചെയ്യാനും ഓടിക്കാനൊക്കെ? ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് പറഞ്ഞാൽ ഇഗ്നിസ് ആണ് ഭയങ്കര പെപ്പിയാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വ്യത്യാസമുണ്ട്. ഇത് പെപ്പി ആണോ എന്ന് ചോദിച്ചാലാണ് ഇവിയുടെ സൈഡിൽ. അതെ, ഇവിയുടെ ഹാരിയർ മറ്റു വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പെപ്പിയ, നല്ല കുത്തിക്കയറ്റി ട്രാഫിക്കിലൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഇഗ്നിസ് പോലൊരു കുഞ്ഞു വണ്ടി വെച്ച് നോക്കുവാണെങ്കിൽ അത് ലൈക്ക് ഓട്ടോ ഓടിക്കുന്ന ആ ഒരു കംഫർട്ട് ഇതിൽ കിട്ടില്ല. കംഫർട്ട് എന്നല്ല, കുറച്ചുകൂടെ വലുതാണ്. അതൊന്നും ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് കൺസേൺഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ എന്താ പറയാ കയ്യിൽ നിൽക്കും വണ്ടി. ഇത് അത്രയും ടൈറ്റ് ഒരു സിറ്റുവേഷൻ വന്നു, അതായത് ഇഗ്നിസ് ഹാൻഡിൽ ചെയ്യുന്ന ടൈറ്റ് സിറ്റുവേഷൻ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം. കാരണം അത് ശ്രദ്ധിക്കേണ്ട രണ്ട് റീസൺ ഉണ്ട്. ഒന്ന് സൈസ് നമുക്ക് ഇത്തിരി ഫ്രണ്ടൊക്കെ കുറച്ചുകൂടെ കിടക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പവർ, അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. മറ്റേന്ന് പറഞ്ഞാൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോഴൊരു ചെറിയൊരു ഇതാണ് കൊടുക്കുന്നത്. ഇത് വണ്ടി ഓൺ ആക്കുമ്പോൾ സിറ്റിയിലാണ് ഡിഫോൾട്ട് വരുന്നത്. അപ്പൊ ചിലർ സിറ്റി തന്നെ ഇട്ട് ഓടിക്കും. ഞാൻ പക്ഷേ ഈക്കോയിലാണ് ഓടിക്കുന്നത്. അപ്പൊ ശീലമായതുകൊണ്ട് ഞാൻ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈക്കോയിലോട്ട് അങ്ങ് ഇടും. ഈഗോ മതി, അത്യാവശ്യം നല്ല പവർ ഉണ്ട്. പക്ഷെ സിറ്റിയിൽ ഇട്ട് ഓടിക്കും, അങ്ങനെ ടൈറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ പയ്യെ കാല് കൊടുക്കുക, അല്ലെങ്കിൽ ചാടി പോകും, നല്ല രീതിയിൽ ചാടും. അതുകൊണ്ട് ആ ഒരു സംഭവം ഒന്ന് കൺസേൺ ആയിരിക്കും. ഇത് മറ്റേ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഇവന്റെ കൂടെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിന് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആകുമ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഴി ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അതെ, അതായത് വീൽ സ്പിൻ അനാവശ്യമായിട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ വരുന്നു. ഫ്രണ്ടിൽ വലിയ വെയിറ്റ് ഇല്ല, അതെ, അതുകൊണ്ട് തന്നെ ഒരു ചാട്ടമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3000 കിലോമീറ്റർ ഓടിച്ചതിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിലയിൽ, ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ഓൾറെഡി എടുത്താണ്, ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫണ്ണാ വണ്ടി ഓടിക്കാൻ, ഭയങ്കര ഫണ്ണാണ്. ആ ഒരു ഫണ്ണ് കുറച്ച് കൂടി പോയതാണ്, അതിലോട്ട് വരാം, അതിന്റെ കഥ പറയാം. അങ്ങനെ സത്യം പറഞ്ഞ ട്രാഫിക്കിലാണെങ്കിലും ലൈക്ക് ഓവറോൾ പറഞ്ഞാൽ ഇഗ്നിസ് പോലെ കൊണ്ട് നടക്കാം. ഹെവി ട്രാഫിക്കിലും ലോങ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. പിന്നെ എനിക്ക് AC-യുടെ സൈഡിൽ ഒരു പൊടിക്ക് ബാക്കിലോട്ടാണോ എന്ന് തോന്നി. അത് കുറവുള്ളതാണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും അങ്ങനെ രാത്രി കാലങ്ങളിൽ വണ്ടി എടുക്കൽ കുറവാണ്. കൂടുതലും ഞാൻ വർക്കിനൊക്കെ പോകാനായിട്ട് ഉച്ചയ്ക്കാണ് വണ്ടി എടുക്കുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് അത്ര ചൂടായിട്ട് കിടക്കുന്നത് കൊണ്ട് അത് മാത്രമേ ഉള്ളൂ. അല്ല പൊതുവേ ടാറ്റയുടെ AC അടിപൊളിയാണെന്നാണ് പൊതുവെയുള്ളൊരു. അതെനിക്ക് ഈ വട്ടം ഇനിയിപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരെണ്ണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് ചെയ്തില്ല. ഫസ്റ്റ് സർവീസിന് കൊണ്ടുപോയപ്പോൾ അത് ചെയ്തില്ലായിരുന്നു. അപ്പം ഈ വട്ടം അത് വന്നിട്ടുണ്ട്, എന്നെ വിളിച്ച് ഈ വരുന്ന ട്യൂസ്ഡേയിൽ കൊണ്ടുപോകണം. പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒക്കെ, കാരണം അത് ഫുള്ളി ഒരു ഇലക്ട്രോണിക് സാധനമാണല്ലോ. സർവീസിന്റെ കാര്യം പറഞ്ഞു, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് 1500 അല്ലേ? 1500 ഫസ്റ്റ് സർവീസ് എക്സ്പീരിയൻസ്. 1500 ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് കൊടുക്കുക, ജസ്റ്റ് അവിടെ അവരപ്പം തന്നെ ചെയ്തു. എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി തന്നു. അപ്ഡേറ്റ് ഒക്കെ ഉള്ളൂ, അപ്ഡേറ്റ് ഒന്നുമില്ല. പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം, അതൊക്കെ കഴിഞ്ഞ് അത് ഉച്ച ആ ഒരു സമയം, ഒരു ലൈക്ക് രാവിലെ കറക്റ്റ് തുറക്കുന്ന സമയത്ത് കൊണ്ട് കൊടുത്ത ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കോസ്റ്റ് എനിക്ക് എത്ര 175 രൂപ. മറ്റേ റീഫിൽ ചെയ്തല്ലേ? അതെ, ഇതിന്റെയൊക്കെ ഫ്ലൂയിഡും മറ്റേ വാഷർ ഫ്ലൂയിഡും അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്താൽ 175 രൂപ അത്രേ ആയിട്ടുള്ളൂ സർവീസ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഇനി അടുത്ത സർവീസ് വരുന്നത് എത്ര 5000 6000. ഇനി 7500 കൂടുമ്പോഴാണ് ഇനിയിപ്പോ 7500, അത് കഴിയുമ്പോൾ അടുത്ത് 14000, അങ്ങനെ 15000. EV മേടിച്ചു, ഇത്രയും കിലോമീറ്റർ ഓടിച്ചു, ഡെയിലി ഡ്രൈവറായിട്ട് കൊണ്ട് നടക്കുന്നു. അപ്പൊ EV മേടിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു കൺസേൺ എന്തായിരുന്നു? അതിൻ്റെ ആ കൺസേൺ ഇപ്പോഴും നിലവിലുണ്ടോ? അതെന്തായിരുന്നു കൺസേൺ എന്ന് പറഞ്ഞാൽ? ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ, കാരണം ഈ വണ്ടി ഞാൻ പറഞ്ഞില്ലേ തട്ടിയായിരുന്നു, വണ്ടി തട്ടി, അതിനുശേഷം വണ്ടി ഞാൻ എടുത്തിട്ടില്ല. കാരണം ജോത്സ്യം പറഞ്ഞൊന്നുമില്ല, പാർട്സ് വരാൻ നല്ല സമയമുണ്ട്, അതുകൊണ്ട് ഇനി അടുത്ത പാർട്സ്. അപ്പം അവര് പറഞ്ഞ് സ്വാഭാവികമായിട്ടും എക്സ്ട്രാ തട്ടോ മുട്ടലോ ഒന്നും വരല്ലോ. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ട്രാഫിക് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരും, നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് കയറ്റുന്ന ട്രാഫിക്കാണ്. അതുകൊണ്ട്
വലിയൊരു വിശ്വാസക്കുറവുള്ളതുകൊണ്ട് ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പം അതുവരെ തൽക്കാലം ഇത് എടുക്കണില്ല എന്നുള്ള രൂപത്തിൽ ഞാൻ വീട്ടിൽ ലൈറ്റായിട്ട് അങ്ങോട്ട് കടയിൽ പോകാനും തൊട്ടടുത്ത് ലോങ് പോകുന്നില്ല. കാരണം ലോങ് ഓടുന്ന വണ്ടിയാണ്, കൊല്ലം ട്രിവാൻഡ്രം ഓടുന്ന വണ്ടിയാണ്. അതെ, ലോങ് ഞാൻ എടുക്കുന്നില്ല. അടുത്ത കടയിലൊക്കെ പോകാനും എടുക്കാനൊക്കെ എടുക്കും. ലോങ് പൊക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാഫിക്കാണ് കൺസേൺ. വേറൊരെണ്ണം വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഇൻഷുറൻസ് കവറാവും, പക്ഷേ എക്സ്ട്രാ പ്രൊസീജിയറാണ്. അതുകൊണ്ട് മെനക്കെടാൻ മേലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പം ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിലേ ഒരു സംഭവമാണ്. അത് പിന്നെ എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. പുതിയ ഫേസ് ലിഫ്റ്റ് വന്നതല്ലേ, ഓൾറെഡി ഉണ്ടായിരുന്ന മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു, പെട്ടെന്ന് തന്നെ പാർട്സ് കിട്ടും. അത് പ്രശ്നം ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കൊക്കെ പാർട്സ് കിട്ടാൻ ഭയങ്കര ഡിലേ ഉണ്ടെന്നാണ് പൊതുവെ ഉള്ള വർത്തമാനം. അതെ അതെ, അതിന്റെ കൂടെ പുതിയ വണ്ടിയും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട. അതെ, അവർ അവിടുന്ന് ലൈക്ക് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു നല്ല ഡിലേ എടുക്കും, അത് എക്സ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അവിടെ എനിക്ക് മുന്നേ വന്ന ടിയാഗോ ഓൾറെഡി ഉള്ളതാണോ, അതിന് ആ ഒരു ഇഷ്യൂ ഉണ്ട്. ഇതുവരെ പാർട്സ് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ കൊടുക്കുന്നതിന് എനിക്ക് 1-1.5 ആഴ്ച മുന്നേ വന്നതാണ്. അതിൻ്റെ പാർട്സ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ പോയാലും വണ്ടി പണിഞ്ഞ് പാർട്സും വന്ന് പണിഞ്ഞെടുക്കാനായിട്ട് എങ്ങനെ പോയാലും ഒരു 1-1.5 മാസം എടുക്കും. അതും വലിയ ഇടിയൊന്നും അല്ല, ജസ്റ്റ് പുറകിൽ അത് ഞങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ള ഒരു സംശയം. അതെ, പിന്നെ എന്താ പറയുക, പിന്നെ ഇന്നിങ്ങോട്ട് വന്നപ്പം അതാ ഞാൻ പറയാൻ വന്നത്, ലൈക്ക് റേഞ്ച് ഇപ്പോൾ ഞാൻ എടുക്കാത്തത് കൊണ്ട് 20 ഇട്ടിരുന്നത്. ഞാൻ പിന്നെ അത് യൂസ് ചെയ്ത് 20 ആയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞ് 15-16 റേഞ്ച് എത്തിയപ്പോൾ ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തൊരു ഫാസ്റ്റ് ചാർജർ ഉണ്ട്, അവിടെ കുത്താനായിട്ട് പറ്റിയില്ല, അവിടെ വേറെ വണ്ടി കിടപ്പുണ്ട്. അപ്പം ഞാൻ എടുത്ത് അങ്ങനത്തെ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ ചാർജ് ചെയ്തിട്ടേക്കണം. എപ്പോഴും ഒരു പെർസെൻറ്റേജ് എപ്പോഴും വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എങ്ങനെ പോയാലും ഒരു 30 to 40 മസ്റ്റ് കാണണം. ചാർജ് ചെയ്യുന്നത് 20 ഒക്കെ ആയിട്ടേ ചെയ്യാവും. 20 in between 30-20 ഇടയ്ക്ക് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ ചാർജിങ് സൈക്കിള് സീനാണ്. പിന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നെങ്കിലുള്ളൊരു സീനാണ്. ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നില്ല, സ്ലോ ചാർജ് ആണെങ്കിൽ ഈവൻ ഒരു 10-15 ആണെങ്കിലും കുഴപ്പമില്ല. മറ്റേ 3.3 കിലോവാട്ടിലാണെങ്കിലും അത് കുറച്ചിട്ട് കഴിഞ്ഞാൽ അത് രാത്രിയിൽ കൊണ്ട് കുത്തിയിട്ടിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ അത് എത്ര ലോ വന്നാലും കുഴപ്പമില്ല, അത് കുറച്ചുകൂടെ ബാലൻസ് ആയിക്കോളും. നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം എപ്പോഴും ചെയ്യരുത്, വൺസിനെ വയൽ അത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ ഒരു കൺസേൺ ഇതിനുണ്ട്. അത് എല്ലാ EV എടുക്കുന്നവർക്കും അറിയാം. എപ്പോഴും മിനിമം ഒരു സംഭവം ഇട്ടേക്കാം. അത് നമ്മൾ മറന്നു പോയാൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ അത് മെനക്കേടാണ്. അപ്പോൾ റേഞ്ചിനെ പറ്റി സംസാരിക്കാം. നമ്മൾ ഫാസ്റ്റ് ചാർജ് കൂടുതലും ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിൽ ആൻഡ് സ്ലോ ചാർജ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഫാസ്റ്റ് ചാർജ് എക്സ്പീരിയൻസ് ആണ് കൂടുതൽ. അതെ, അപ്പോൾ ഫാസ്റ്റ് ചാർജ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ എനിക്ക് സാഹചര്യം ഇല്ലാത്തത് അതുകൊണ്ട് ഞാൻ ചെയ്യാത്ത. പിന്നെ അവിടെ അടുത്ത് ഫാസ്റ്റ് ചാർജിനുള്ള ഒരു സംഭവമുണ്ട്, പിന്നെ സോളാർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഇരിക്കുക. അപ്പോൾ പിന്നെ ഉടനടി അത് ഇവിടെ കൊണ്ട് കുത്തിയാറ് 3 ഫേസും കാര്യങ്ങളും, എൻ്റെ സിംഗിൾ ഫേസ് ആണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ ഹോൾഡ് ചെയ്യുമല്ല, അതും കൂടെ ചെയ്യുമ്പോൾ ഒന്നിച്ചങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അവിടെ പോർച്ചില്ല, പോർച്ചും എല്ലാം വേണം. 3 ഫേസ് റെഡി ആക്കണം. അതായത് സിംഗിൾ ഫേസ് ഉള്ള വീടാണെങ്കിൽ 3 ഫേസ് വേണം ചാർജ് ചെയ്യണമെങ്കിൽ. ഇതിനകത്ത് വരുന്നത് 7 കിലോവാട്ടിന്റെ സിംഗിൾ ഫേസിൽ ആക്ച്വലി ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മറ്റേ KSEB വരുമ്പോഴത്തേക്ക് താരിഫ് മാറും, റേറ്റ് മാറും. അതെ, താരിഫ് മാറി 3 ഫേസിന് റെക്കമെൻഡഡ് ആയിട്ടുള്ള താരിഫിലോട്ട് കയറിപ്പോയാൽ ഫൈനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇത്ര യൂണിറ്റ്സ് ഒരു മാസം 5000 യൂണിറ്റ്സ് കണ്ട 5000 kV. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ 3 ഫേസ് മസ്റ്റ് ആണ് ഇതിനകത്ത്. അതെ, അപ്പോൾ എത്ര കിലോവാട്ടിന്റെ ചാർജറാണ് വീട്ടിൽ ഇരിക്കുന്നത്? അവര് തന്നേക്കുന്നത് 3.7 3.7. അപ്പൊ എന്തായാലും 3 ഫേസ് വേണം. 3.7 എന്ന് പറഞ്ഞ ഒരു 3 AC-യുടെ ആ ഒരു ലെവൽ ഓഫ് കറണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് വേണം. കാർപോർച്ച് പണിയണം. 3 ഫേസ് ആക്കാൻ ഒരു 60,000 രൂപ ചെലവ് വരും. പിന്നെ വീട്ടിൽ അങ്ങനെ അത് ഞാൻ പണിഞ്ഞു വെച്ചിട്ടില്ല. ഒരു വീടിന്റെ ഒരു ലുക്കിന് വേണ്ടി ഞാനും അതാ ചെയ്തിട്ടില്ല. ഞാൻ മഴയത്ത് വെയിലത്തിട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ കുടുംബ വീട്ടിൽ കൊണ്ടുവരണം. ഇതാണ് എന്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ എന്തായാലും ഒരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ചാർജിനൊക്കെ ഇടുമ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് അത് മെനക്കേടാവും. അപ്പോൾ റേഞ്ചിനെ പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് റേഞ്ചിന്റെ പരിപാടി? ഏറ്റവും മിനിമം ആൻഡ് ഏറ്റവും മാക്സിമം കിട്ടിയിരിക്കുന്ന റേഞ്ച് എത്ര? എനിക്ക് മാക്സിമം കിട്ടിയേക്കുന്നത് 320-330 ഇടയ്ക്കാണ് മാക്സിമം കിട്ടിയിരിക്കുന്നത്. കാരണം അത് മൊത്തം ഞാൻ ഒറ്റയടിക്ക് യൂസ് ചെയ്തിട്ടില്ല, മാറിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും മിനിമം എനിക്ക് കിട്ടിയേക്കുന്നത് അത് അത്യാവശ്യം എൻ്റെ ഓരോരുത്തരുടെ ഓടിപ്പിൻ്റെ വെച്ചാൽ ഞാൻ നല്ല കാല് കൊടുത്ത് ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് എത്ര 290-295 അത്രയൊക്കെ കിട്ടുന്നുണ്ട്. കാല് കൊടുത്ത് ഓടിച്ചിട്ട് സ്പോർട്സിലിട്ട് ഓടിച്ചിട്ട് അത്ര എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് താഴെ പോത്തില്ല എന്നുള്ളൊരു മൂടാണ്. അതെ, അത് കാലക്രമേണ പോവും. ബാറ്ററി ഡൗൺ ആകുമ്പോൾ ഓടിക്കുന്ന റീജിയൻ ലൈക്ക് റോഡ് എന്ന് പറയുന്നത് എങ്ങനത്തെ സിറ്റി മാത്രമാണോ? സിറ്റിയും ലോങ്ങും ഹൈവേയും മിക്സ്ഡാ. ഓക്കെ, അപ്പോൾ എങ്ങനെ പോയാലും ഒരു 300 കണ്ണടച്ച് കിട്ടും. എന്തൊക്കെ ചെയ്താലും 300 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഓർത്താൽ മതി. ഒരു 300 കിലോമീറ്റർ റിയൽ ലൈഫ് റേഞ്ച് കിട്ടുന്ന വണ്ടി സിറ്റിയിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ വണ്ടിക്ക് 300, ചിലർ പറയും വീഡിയോ ഉണ്ട് എൻ്റെ വണ്ടിക്ക് 300 കിട്ടുന്നില്ല, അങ്ങനെ
വണ്ടി അനുസരിച്ച് മാറും. വണ്ടിയല്ല, ഡ്രൈവർ അനുസരിച്ചും വണ്ടി അനുസരിച്ചും മാറും. ഇരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് പല കണ്ടീഷനായിരിക്കും. മനസ്സിലായില്ലേ? ഈ മാനുഫാക്ചർ ചെയ്ത് വെച്ചേക്കുന്ന ബാറ്ററി ചിലർക്ക് 320, ഇപ്പൊ എനിക്ക് 320 കിട്ടുന്നതിന് ചിലർ പറയും 350 പ്ലസ് ഷുവർ. ഒരു പുള്ളിയുടെ വീഡിയോ ചെയ്തെടുത്തേ കണ്ട് പുള്ളി പറഞ്ഞത് ഈക്കോ ഇട്ട് AC ഇപ്പം ഒട്ടും ചാർജ് ഇല്ലെങ്കിൽ AC കൂടെ ഓഫ് ചെയ്ത് ഓടിച്ചാൽ ആ വണ്ടിക്ക് ഷുവർ ഷോർട്ടായിട്ട് 400 കിട്ടും എന്ന് പറഞ്ഞ വണ്ടി. സെയിം വണ്ടി, ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി. 400 കിട്ടിയ ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പുള്ളിയുടെ പേര് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ പല വണ്ടിക്കും മാറി മാറി നിൽക്കും. അതുകൊണ്ട് ഡ്രൈവിംഗ് സ്റ്റൈലും വണ്ടിയുടെ കണ്ടീഷനും ഹീറ്റും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് EV ഓടിക്കുന്നതിന്റെ ആ ഒരു സംഭവം ഞാൻ ഇപ്പോഴും സ്റ്റിൽ പഠിച്ചിട്ടില്ല. AC ഓഫ് ചെയ്തും കാലിന് കൊടുക്കുന്നതിന് ത്രോട്ടിന്റെ സ്റ്റൈൽ മാറ്റുന്നതനുസരിച്ച് റേഞ്ച് കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓടിക്കുന്ന സമയത്ത് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഓടിക്കുമ്പോൾ ആ വ്യത്യാസമൊന്നും വഴിയിലൂടെ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അത് പിന്നെ അങ്ങനെയാണ്, നമുക്ക് പിന്നീട് ഒരിക്കലായിട്ട് സംസാരിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലോട്ട് വരുന്ന സമയത്ത് വണ്ടിയുടെ സ്റ്റിയറിംഗിന്റെ ആ ഒരു സ്മൂത്ത്നെസ് ആൻഡ് ഫീഡ്ബാക്ക്, വണ്ടിയുടെ ഇനിഷ്യൽ ടോർക്കിനെ പറ്റി, അതിപ്പോൾ സിറ്റി ആണെങ്കിലും ഹൈവേ ആണെങ്കിലും ഉൾഗ്രാമങ്ങളാണെങ്കിലും ഇപ്പോൾ വണ്ടി മൊത്തത്തിൽ ഓടിക്കാനാണെങ്കിലും അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? ഹാൻഡ്ലിങ് വൈസ് ഭയങ്കര ഹാൻഡ്ലിങ്, നല്ല ഹാൻഡിയാണ് വണ്ടി. നമ്മുടെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ ഒരു സിറ്റുവേഷനിലേ വരത്തുള്ളൂ. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് 5GB എടുക്കുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അത്യാവശ്യം നല്ല ടോർക്ക് കിടക്കുന്നുണ്ട്. സ്പോർട്സിലിട്ട് ഓവർടേക്ക് ചെയ്യാൻ പിടിച്ച് ചവിട്ടി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, കയ്യിൽ നിന്ന് എന്തായാലും പോകും. ഷുവർ ഷോട്ടാണ്. ഒറ്റ ചവിട്ട് സ്പോർട്സ് മോഡ് ഇട്ട് കൊടുത്താൽ നല്ല ടോർക്കുണ്ട്, കയ്യിൽ നിന്ന് നല്ല രീതിയിൽ ഈ സാധനം പാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് അത് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും അത് റെക്കമെൻഡ് ചെയ്തില്ല. സിറ്റി മോഡിൽ തന്നെ ഓവർടേക്ക് ചെയ്യുന്നത് തന്നെ ബെറ്റർ. സ്പോർട്സിലിട്ട് പെട്ടെന്ന് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കുമ്പോൾ വണ്ടി പാളുന്നുണ്ട്. അങ്ങനെ അത്രയും പവർ ഇതിന് മോട്ടറിൽ നിന്ന് വീലിലോട്ട് വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ പാളുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇതിറങ്ങിയപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്ത പലരും നല്ല പവർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വരുമെന്ന് പ്രതീക്ഷയില്ല. അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അല്ലാതെ ഓടിക്കാൻ എങ്ങനെയുണ്ട്? അല്ലാതെ ഓടിക്കാനായിട്ട് വണ്ടി ഭയങ്കര കംഫർട്ട്. അതെ, അടിപൊളിയാണ്. ലോങ്, പ്രത്യേകിച്ച് ലോങ്, ഞാൻ എപ്പോഴും ലോങ് ഓടിക്കുന്നതായതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. ഞാൻ ഇല്ല ഒരു ലോങ് പോയിട്ട് വന്നതിൻ്റെ ഒരു ഫീല് വരത്തില്ല. പെട്ടെന്ന് ഒരു ക്ഷീണമില്ല, ഒട്ടും ക്ഷീണമില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. ഒരു വണ്ടി സാധാരണ ഒരു വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നൊരു സംഭവം മെയിനായിട്ട് ഈ ക്ഷീണം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷൻ, സസ്പെൻഷൻ പറയാതിരിക്കാൻ മെയിൻ ചോദ്യമാണ്. അടിപൊളിയാണ്, അടിപൊളി. ഇതിനകത്ത് വരുന്നത് എന്താ? മൾട്ടിലിങ്ക് ആണല്ലോ. അതിന്റെ ടെക്നോളജിനെ കുറിച്ച് എനിക്കറിയാൻ പാടില്ല. അവർ പഴയ പഞ്ചിൽ നിന്ന് വ്യത്യാസം എന്താണ്ട് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹൈറ്റ് എന്താണ്ട് കുട്ടി എന്താണ്ട് സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് സസ്പെൻഷൻ എടുത്ത് പറയാൻ കിടിലൻ സസ്പെൻഷൻ, ഒന്നും പറയാൻ. അതായത് സ്പീഡിൽ പോയി കുഴി വീഴുമ്പോഴാണോ പതുക്കെ പോയി കുഴി വീഴുമ്പോഴാണോ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്? സോഫ്റ്റ് അല്ലേ? സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. ലൈക്ക് ഓടിച്ചെന്ന് കുഴി വീണാലും ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുഴിയൊക്കെ ആണെങ്കിൽ അറിയത്തില്ല. അങ്ങനെ ഒരു സാധനത്തിൽ കയറി എന്നുള്ള ഒരു ചെറിയ മറ്റേ റിഫ്ലക്ടറി കയറിയ പോലും അത്രേ ഉള്ളൂ. അത് ആ റിഫ്ലക്ടറി കയറുമ്പോൾ പോലും അറിയാനില്ല. അത്രയും നല്ല സോഫ്റ്റ് ആണ് സാധനം. ടയർ നോയ്സ് അകത്ത് വെക്കുന്നുണ്ടോ? ടയർ നോയ്സ് ഒബ്വിയസ്ലി ഹൈ സ്പീഡ്സിൽ പോകുമ്പോഴത്തേക്ക് ചെറുതായിട്ട്, അത് ഈ കാറ്റും പാട്ട് വെച്ചാൽ കേൾക്കാൻ പോലും, പാട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയത്തോലും ഇല്ല. നോർമലി നമ്മൾ സാധാരണ വണ്ടികൾക്കകത്തൊക്കെ പിന്നെ ഐസൊലേഷൻ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, അത്യാവശ്യം കൊള്ളാം. ഇഗ്നിസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊന്ന് i20 ഞാൻ ഓടിച്ചായിരുന്നു. i20നെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഐസൊലേഷൻ അത് വേറൊരു കഥയാണ്. എന്നാലും പോട്ടെ, അത് വേറൊരു സംഭവത്തിൽ പറയാം. അത് പിന്നെ ഒരു വീഡിയോ പറയാം. അങ്ങനെ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഐസൊലേഷൻ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതിന് പിന്നെ ഒരു കാര്യമുണ്ട്, മറ്റേത് എഞ്ചിൻ വണ്ടിയാണ്, ഇത് അറിയത്തില്ല. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. വണ്ടിയുടെ ഡിസൈൻ മാറിയപ്പോൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ പൊസിഷൻ ഒന്നും മാറിയിട്ടില്ല, പഴയത് തന്നെ. ഹെഡ്ലൈറ്റിന്റെ ത്രോ എങ്ങനെയുണ്ട്? രാത്രിയിൽ വിസിബിലിറ്റി, മഴയത്ത്, മഞ്ഞത്ത്, വെയിലത്ത്? നമ്മൾ എടുത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി എടുത്ത സമയത്ത് അന്ന് ഹെഡ്ലൈറ്റ് ഒരു അലൈൻമെന്റ്, അതെ, നല്ല രീതിയിൽ അലൈൻമെന്റ് മാറിയിരുന്നിട്ട് അതിനകത്ത് ആ ഒരു പാർട്ടിൽ ചെറിയൊരു ചൂടായി ഉരിയൊക്കെ ചെയ്ത് അത് അന്ന് തന്നെ അവര് അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് തന്നു. പക്ഷേ ഈ സൈഡ് ഇവിടുത്തെ ഒരു സംഭവം, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവർ അന്ന് തന്നെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്ത് തന്നായിരുന്നു. പക്ഷേ എങ്കിലും അതിന്റെ പ്രോപ്പർ ആയിട്ടില്ല. കാരണം അത് അവര് ഡെലിവറിക്ക് വേണ്ടി പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നെ. അപ്പം ഞാൻ രാത്രി ഓടിക്കുമ്പോഴത്തേക്കോ ഇത് താന്നും അവിടുത്തെ കറക്റ്റ് പൊങ്ങിയായിട്ടിരുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഉള്ളൂ. അല്ലാതെ പിന്നെ വേറെ ത്രോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, ടാറ്റയുടെ ആദ്യത്തെ ബോഡി ഷോപ്പിൽ കയറിയ 5GB ഇതാ കിടക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വണ്ടിക്ക് ഒരു ഇടി കിട്ടി. എങ്ങനെയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? പറഞ്ഞു കൊടുക്കും, എന്തുകൊണ്ടാണ്? അതെ, അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അത് ഇനി 5GBക്കകത്ത് മാത്രം വരുന്നൊരു സംഭവമാണോ? മിക്ക റോട്ടറി വരുന്ന ഏത് EVക്കും റോട്ടറി അല്ല. നോർമലി ഇതിന് മുമ്പേ ഇത് കണക്കത്തൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ EV പോലും അല്ല, ഓട്ടോമാറ്റിക് വണ്ടിയില്ല. അപ്പൊ സ്ഥിരമാ. അതെ, ഓട്ടോമാറ്റിക് വണ്ടിയിൽ നമ്മൾ കൃത്യമായിട്ട് ബ്രേക്ക് ചവിട്ടി ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഈ ഗിയർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാവൂ.
ഇപ്പം ഇതിനകത്ത് EV വെച്ച് പറയുകയാണെങ്കിൽ ഡ്രൈവ് മോഡ്, റിവേഴ്സ്, ഫ്രണ്ട്, ആ സംഭവമൊക്കെ. ഞാൻ ഒരു സ്ഥലത്ത് ചാർജ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ഒരു ടൈറ്റ് സ്പോട്ടായിരുന്നു. അവിടെ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയ ഇട്ടപ്പോൾ അവിടെ ചെന്നപ്പോൾ അതൊരു ഇതണക്കൊരു ക്ലോസ്ഡ് സംഭവത്തിനകത്താണ്, ഒരു റെസ്റ്റോറൻറ്റിനകത്ത്. അപ്പോൾ അത് മൊത്തത്തിൽ അടച്ചിട്ടേക്കുന്നു. വെളുപ്പിനെ 3 മണി. അതെ, 3 മണി രാവിലെ. അതായത് ഇവ തായ്ലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ വിളിക്കാൻ അന്ന് ചാർജ് ചെയ്തപ്പോൾ വണ്ടി നല്ല ചാർജ് കുറവായിരുന്നതുകൊണ്ട് ചാർജ് ചെയ്യാമെന്നും പറഞ്ഞൊരിടത്ത് ചെന്നപ്പോൾ നമ്മുടെ ആപ്പിൽ നോക്കുമ്പോൾ അത് അവിടെ കാണും. പക്ഷേ ഇത് ക്ലോസ്ഡ് ആണെന്നോ അവിടെ അടച്ചിട്ടേക്കാന്നൊന്നും പറയത്തില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇത് അടച്ചിട്ടേക്കുന്നത്. അങ്ങനെ സാധനം തിരിക്കാനായിട്ട് ഒരു സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലത്തോട്ട്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പണി കണ്ട് കിടക്കുന്ന മണൽ കയറ്റിയിട്ടിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറ്റി തിരിക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് അങ്ങോട്ട് കയറ്റി ബാക്ക് എടുത്തു. ഫ്രണ്ടിലൂടെ ഇങ്ങനെ വളച്ചെടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി ബ്രേക്ക് ചവിട്ടി റോട്ടറി തിരിച്ച് ഡ്രൈവിലോട്ട് ഇട്ടു. ഡ്രൈവിൽ ഞാൻ അതിനൊരു ചെറിയ ഡിലേ ഉണ്ട്. അതിന് ഈ വണ്ടിയുടെ മാത്രമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ചെറിയൊരു ഡിലേ, ഗിയർ വീഴുന്നത്, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് സംഭവമാണ്. വീഴുന്നതിനൊരു ഇച്ചിരി ഡിലേ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിലേ കാരണം ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു, സാധനം ഡ്രൈവ് വന്ന് വീണു. പക്ഷേ വീണത് ശ്രദ്ധിച്ചിട്ട് ഞാനില്ല, സ്റ്റാൻഡിങ്ങിൽ കിടന്നുകൊണ്ട് ചവിട്ടി അങ്ങ് എടുക്കുക എന്നുള്ള രൂപത്തിൽ. പിന്നെ വേറൊരു കാര്യം, ഞാൻ സിറ്റി മോഡ് മാറ്റാനും മറന്നുപോയി. സിറ്റിയിലും കൂടെ നല്ല ഡോർക്കിൽ കിടന്നേ. ഞാനൊരു ആക്സിലേറ്ററിന് നല്ല ചവിട്ടം കൊടുത്ത് നേരെ പോയി ബാക്കിലൊരു പോസ്റ്റ് ചെന്ന് കാറ്റടി. പിന്നെ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, തീർന്നു. ഞാൻ നോക്കിയപ്പോൾ റിവേഴ്സിൽ കിടക്കുന്നു. എങ്ങനെ വീണു എന്ന് ഒരു ഐഡിയ ഇല്ല. സാധനം ഡ്രൈവിൽ പോയിട്ട് തിരിച്ച് റിവേഴ്സിലാണ്ട് വന്ന് വീണു. ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ പോയിച്ചും തട്ടി. അപ്പം ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, EV എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രൈവ് മോഡ് കറക്റ്റായിട്ട് വീണോ, നല്ലപോലെ ബ്രേക്ക് ചവിട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. അതെ, നമ്മൾ ചിലപ്പോൾ ചവിട്ടിന്ന് വിചാരിച്ചു കാണും, പക്ഷെ കുറച്ചുകൂടെ എത്രത്തോളം പുഷ് ചെയ്യാവോ അത്ര ബ്രേക്ക് നല്ല രീതിയിൽ ചവിട്ടിയിട്ട് വേണം ഇത് മാറ്റാം. അത് സത്യം പറഞ്ഞാൽ EVകളിൽ ഒരു ഇൻകൺവീനിയൻസ് ആണ്. കാരണം ഇപ്പോൾ ഒരു ഗിയർ വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക, പിടിച്ചെടുത്തിടുക. ബ്രേക്ക് തന്നെ ചവിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല, പിടിച്ചിടുക. അങ്ങനത്തെ ഒരു അത് അന്ന് തന്നെ ഞാൻ ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ഥലത്ത് വെച്ച് എൻ്റെ ഫ്രണ്ടിലൊരു ഇതുണ്ടായിരുന്നു, ഒരു വലിയ ട്രക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം അത്യാവശ്യം ഞാൻ ഒരു കാറിൻ്റെ ഇടയ്ക്ക് കിടക്കത്തക്ക രൂപത്തിലുള്ള ഡിസ്റ്റൻസിൽ ഇരുന്നതാണ്. അപ്പം ഇതാണെങ്കിൽ റോങ് ആയിട്ട് കയറ്റി കൊണ്ടുപോയി അത്യാവശ്യം ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇതിന് ബാക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് ഇതങ്ങ് എടുത്ത്, ലോറി അങ്ങ് എടുത്ത്. എനിക്ക് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ബ്രേക്കും ചവിട്ടി റോട്ടറിയൊക്കെ തിരിച്ച് വന്നു എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. അതൊരു ഭയങ്കര വലിയൊരു ഇൻകൺവീനിയൻസും ചില സിറ്റുവേഷനിൽ ഡേഞ്ചർ ആവാനുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവർ വല്ല സോഫ്റ്റ്വെയറോ വല്ലതും ചെയ്താലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. അതൊരു ഇൻകൺവീനിയൻസ് ആണ്, പ്രത്യേകിച്ച് വഞ്ചിനെ സംബന്ധിച്ച്. അത് ഡ്രൈവ് മോഡ് സെലക്ഷൻ ഇച്ചിരി ലാഗുണ്ട്. ബാക്കി എല്ലാം പക്കയാണ് സംഭവങ്ങളെല്ലാം. ഇപ്പം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം കറക്റ്റ് അതിൻ്റെ മറ്റ് വണ്ടികൾ വരുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഡ്രൈവ് സെലക്ഷൻ മാത്രം കുറച്ച് ലാഗാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് മെയിൻ ചോദ്യത്തിലോട്ട് വരാം. ഇടിച്ചത് കഴിഞ്ഞിട്ടുള്ള ഷോറൂമിലെ എക്സ്പീരിയൻസ്, സർവീസ് സെൻ്ററിലെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രൊസീജിയർ, ഇൻഷുറൻസ് ക്ലെയിം? അതെ, ഇത് ഫസ്റ്റ് രാവിലെ 3 മണിയാകുമ്പോൾ 3:30-4 മണിയായ സമയത്ത് പോയി ചെന്ന് ഇടിച്ചു. പോയി ചെന്ന് ഇവനെ പോയി പിക്ക് ചെയ്തു. ഇവൻ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ അയ്യോ, വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് പോലും കിട്ടിയില്ല. അങ്ങനെ അത് പോയി ചെന്ന് അങ്ങനെ പോയി നമ്മൾ അവിടെ നിന്ന് തന്നെ നേരെ വന്നു, വീട്ടിൽ വന്നു. അപ്പം ഡയറക്റ്റ് ഇവനെ എല്ലാവരെയും വിളിച്ചോണ്ട് ഞങ്ങൾ നേരെ ഷോറൂമിൽ ചെന്നു. ഷോറൂമിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇൻഷുറൻസ് ക്ലെയിം ആക്കാൻ പറ്റും. ഡീറ്റെയിൽസ് കൊടുത്തു. ഞാൻ ഒരു അഡ്വാൻസ് 1000 രൂപ ഒരു അഡ്വാൻസ് കൊടുത്താണ്. അപ്പോൾ അവരുടെ ഫീസ് അത് കൊടുത്തായിരുന്നു. പിന്നെ അവർ പറഞ്ഞു പുത്തൻ വണ്ടിയാണ്, ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് വരാൻ നല്ല സമയം എടുക്കും. അതെ, 2 ആഴ്ച എന്തായാലും മിനിമം പിടിക്കും. അപ്പം എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞത് വണ്ടി പാർട്സ് വന്ന് എല്ലാം കിട്ടുമ്പോൾ ഒരു 1.5 മാസത്തിൽ നിന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. 2 ആഴ്ചയായി. അത് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ബാക്കി ഷെയർ ചെയ്യാം. ഇനി അവിടെ കൊണ്ട് കൊടുക്കുക, ഒരു ശരിയാക്കും, സാധനം തരും, അത്രേ ഉള്ളൂ. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ടാറ്റയ്ക്ക് എല്ലാവർക്കും ഭയങ്കര കട്ടിയുള്ള വണ്ടിയാണ്, എന്നിട്ട് എന്താ ഇത്രയും ചുളുങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഇടിയാണ് അടിച്ചത്. അതായത് റിവേഴ്സിൽ നിങ്ങൾ 2 കാര്യം ശ്രദ്ധിച്ചോണം. EV വണ്ടികളിൽ റിവേഴ്സിന് നല്ല ടോർക്കാണ്. മറ്റുള്ള EV വണ്ടികളെ പോലെയല്ല, ഫ്രണ്ടിലോട്ട് എത്ര ടോർക്ക് ഉണ്ടോ അത്രയും തന്നെ ഇവന്മാർ റിവേഴ്സിൽ എനിക്കറിയത്തില്ല. കുറയ്ക്കാമായിരുന്നു. അത് അടുത്തൊരു സോഫ്റ്റ്വെയർ ചെയ്യാന്നുള്ള ആയിരിക്കും, മേ ബി ആയിരിക്കും. മെനക്കെട്ട പണി ആയതുകൊണ്ട് വിട്ടേക്കുമായിരിക്കും. രണ്ടാമത് ബ്രേക്ക് നല്ലപോലെ ചവിട്ടിട്ട് മാത്രം ഗിയർ വീണിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് റിവേഴ്സ് ഫ്രണ്ട് എടുക്കുക. കാരണം അല്ലെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഏറെയാണ്. നല്ല രീതിയിൽ ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ EVയുടെ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കുക. പഞ്ചിനെ സംബന്ധിച്ചാണ് ഗിയർ സെലക്ഷൻ ഒരിത്തിരി ലാഗാണ്. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തണം. ലൈക്ക് ഒരു 2-3 സെക്കൻഡ്സ് വീണോ ഓക്കെ ആണോ ഒന്നൊന്ന് നോക്കണം. അപ്പോൾ പെട്ടെന്ന് അതാ പറഞ്ഞത്, പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്കത് ഭയങ്കര ഇൻകൺവീനിയൻസ്. ഇതിലെനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻകൺവീനിയൻസ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആകെ തോന്നിയതാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാൻ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്ന സമയത്ത് ആർക്കാണ് ശരിക്കും പഞ്ച് പറ്റിയത് എന്നുള്ളൊരു ചോദ്യം വരുവാണെങ്കിൽ ആർക്കായിരിക്കും പറ്റിയത്? നമുക്കൊരു ഫാമിലി യൂസ് കാറായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതെ, അത്യാവശ്യം ഒരു 5 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റും. ഭയങ്കര സൈസ് ഉള്ളവരാണെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. അത്യാവശ്യം സൈസ് ഇല്ലാത്തവരാണെങ്കിൽ 4 പേർക്ക് വിശാലമായിട്ടിരുന്ന് ലോങ് പോയാലും അവർക്ക് ആ ഒരു മടുപ്പ് വരത്തില്ല. ഈ ഒരു പ്രൈസിന് ഈ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണിയാണ്.
പിന്നെ അവന്റെ നിന്റെ ഹാരിയറിനകത്ത് ടയർ പോകുന്നൊരു ഇഷ്യൂ ഉണ്ട്. ഇതിന് ഞാൻ ഇത്രയും നാൾ ഓടിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ വലിയ പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ സ്റ്റിൽ സോഫ്റ്റ് കോമ്പൗണ്ട് ആണ്, പക്ഷെ എന്നാലും വലിയ ഫ്രണ്ടാണ്, എപ്പോഴും വീൽ സ്പിന്നാണ്, എന്നിട്ടും വലിയ ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. അപ്പോ ഇതൊക്കെ 50,000 എങ്ങനെ 50,000 കിട്ടത്തില്ല, 60,000 കിട്ടുന്നവരുണ്ട്. അത് ഓടിക്കുന്നില്ല. ഇപ്പൊ എന്റെ ഓടിപ്പിനാണെങ്കിൽ എങ്ങനെ പോലും ഒരു 10-30,000 രൂപ പോകും. പക്ഷെ 30,000 കിലോമീറ്റർ എനിക്കൊക്കെ 30,000 പറഞ്ഞിട്ട് കിട്ടാത്ത 10-40,000 ഒക്കെ കിട്ടുമായിരിക്കും. എന്റെ മനസ്സിലൊരു 20-25-30 അതാണ് ഒരു ഞാൻ വെച്ചേക്കുന്ന ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ലേഡീസിനാണെങ്കിലും ഓടിക്കാൻ വലിയ പ്രശ്നം. ലേഡീസിന് ചെറിയ വണ്ടി ആയതുകൊണ്ട് ലേഡീസിനൊക്കെ പക്ക പെർഫെക്റ്റ്. അതെ, പാർക്കിംഗ് അടിപൊളിയാണ്, പാർക്കിംഗും പക്കയാണ്. റിവേഴ്സ് ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല 360 ക്യാമറ ഉണ്ട്, എല്ലാം പക്കയാണ്. ഓഡിയോ സിസ്റ്റം പക്കയാട്ടോ, സെറ്റ് പക്ക, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പിന്നെ ചിലർ ഇപ്പം വലിയ ഹൈ എൻഡ് വണ്ടികളിലൊക്കെ ഇരുന്നിട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ അത്ര പോരാന്ന് തോന്നും, പക്ഷെ എനിക്ക് പെർഫെക്റ്റ്. അപ്പോൾ പെട്ടെന്ന് 2 നെഗറ്റീവ് പറയാൻ പറഞ്ഞ ഇത്ര നാൾ ഓടിച്ചതിൽ എന്തായിരിക്കും നെഗറ്റീവ്? ഒരു പെട്ടെന്ന് ഒരു കൺസേൺ എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഡ്രൈവ് മോഡ് സെലക്ഷൻ. പിന്നെ വേറെ എനിക്ക് അങ്ങനെ വലിയ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. സത്യം കളർ പ്രശ്നമൊന്നുമില്ല, ഇപ്പം കളറിന് പ്രശ്നമൊന്നുമില്ല. പ്രാക്ടിക്കലി വെള്ള ആയതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇതിറങ്ങിയപ്പോൾ വേറൊരു കളർ ശ്രദ്ധിച്ചു, ഒരു പേഴ്സന്റ് പോലത്തെ ഒരു വൈറ്റ്. അത് സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രേ അല്ല, അത് ഗ്രേയും അല്ല വൈറ്റും അല്ലാത്തൊരു സംഭവം. അത് കൊള്ളാം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് അത് എടുത്താൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഇത്. അതെ, വേറെ എനിക്ക് ഈ ഗ്രേ എടുത്ത് കഴിയുമ്പോൾ ബ്ലാക്ക് അല്ലേ വേണ്ട, ബ്ലാക്ക് അങ്ങനെ തോന്നും. അതെ, പ്രജിയുടെ വണ്ടി കണ്ടു കഴിയുമ്പോഴത്തേക്കൊന്ന് ബ്ലാക്ക് എടുത്താൽ കൊള്ളാം. ബ്ലാക്ക് ഇല്ല ഇതിന്. ഇതിന് ബ്ലാക്ക് ഇല്ല. ഇപ്പൊ തന്നെ ചെളി കണ്ടില്ലേ, ബ്ലാക്ക് ആണെങ്കിൽ പറയണോ? ബ്ലാക്ക് എന്റെ പൊന്നെ, പ്രത്യേകിച്ച് ഇനി മഴക്കാലവും കൂടാ, ചിന്തിക്കുക വേണ്ട. കഴിവിടും ഒന്നും വേണ്ട, മഴ പെയ്താൽ മതി, വണ്ടി എടുക്കണ്ട. മഴ പെയ്താൽ മൊത്തം അഴുകാവും, അന്തരീക്ഷത്തിലുള്ള പൊടി തന്നെ വന്ന് വീണോളൂ. അത് ഭയങ്കര സംഭവം. വെള്ളക്കകത്ത് അറിയില്ല, നമ്മൾ അടുത്ത് പോയി നോക്കുമ്പോ ഓക്കെ ഇതിനകത്ത് ഇത്ര അഴുക്കിരിപ്പുണ്ടെന്ന് അറിയാം. ദൂരെ നോക്കിയാൽ വണ്ടി നല്ല. അതെ, ഇപ്പൊ തന്നെ ഇതിനകത്ത് കാണുമ്പോഴും വണ്ടി നല്ല അഴുക്കാണ്, ഇതിനകത്തെല്ലാം നല്ല അഴുക്കുണ്ട്, പക്ഷെ അറിയത്തില്ല. നമുക്കൊരു പെട്ടെന്നൊരു പടം എടുക്കണമെങ്കിലും എടുക്കാം, ബ്ലാക്ക് ആണ് കിടിലമായിരിക്കും. അപ്പോൾ ഈ ഒരു യൂസർ റിവ്യൂ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസിൻ്റെ അടുത്ത്? പുതിയതായിട്ട് എടുക്കുന്നവർക്ക് വേണ്ടി, അവരായിരിക്കും കാണുന്നത്. പുതിയതായിട്ട് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഓവറായിട്ട് സ്പോർട്സിലിട്ട് ഓവറായിട്ട് ചവിട്ടാൻ നിൽക്കരുത്. ഹാൻഡിൽ ചെയ്യാൻ വലിയ തിട്ടമില്ലെങ്കിൽ എവിടോട്ട് വെച്ച് എങ്ങോട്ട് നോക്കി വെച്ചാണോ ചവിട്ടിയത് ആ വഴിക്ക് പോകും, തിരിയത്തില്ല. സ്റ്റിയറിംഗ് നമ്മളിട്ട് തിരിക്കും, പക്ഷെ വണ്ടി അങ്ങനെ തന്നെ പോകും. അതുകൊണ്ട് വണ്ടി എയറിലായിരിക്കും. അതെ, ഇത് റോഡിൽ നിന്ന് വിടും, ലിഫ്റ്റ് ആവും. അത് നല്ല വീൽ സ്പിന്നിൽ കിടക്കുമ്പോൾ വണ്ടി തിരിയത്തില്ല. അതുകൊണ്ട് കഴിവതും ഈക്കോയിൽ തന്നെ അത്യാവശ്യം നല്ല പവറുണ്ട്. ഈക്കോ ഇട്ട് യൂസ് ചെയ്താൽ മതി. ചില വണ്ടിക്കൊക്കെ ഈക്കോയിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്നും അനങ്ങാത്ത പോലൊരു ഇതിന് അങ്ങനൊന്നുമില്ല. അത്യാവശ്യം ഈക്കോയിൽ തന്നെ നല്ല. ഈ വണ്ടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി പവർ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അതെ, പ്രത്യേകിച്ച് പുതിയ ബാറ്ററി പാക്കും കൂടെ. അതെ, സത്യമാണ്. അത് അത്യാവശ്യം ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വെച്ച് നോക്കുമ്പം ഈ വണ്ടിക്ക് ആവശ്യമുള്ളതിനേക്കാളും പവർ ഇതിനുണ്ട്. അപ്പം അതൊന്നും സൂക്ഷിച്ചേക്കുക. പവർ കുറച്ച് ഒരു ചെറിയ വില്ലനാണ്, അതുകൊണ്ട് സൂക്ഷ്യം കണ്ടു ഓടിക്കുക. പിന്നെ റിവേഴ്സ് ഇടുമ്പോൾ ഡ്രൈവ് മോഡ് സെലക്ഷൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ആ ഒരു സംഭവം വീഴാതെ നമ്മൾ പ്രത്യേകിച്ചും ടൈറ്റ് സ്പോട്ടിലൊക്കെ കൊണ്ടുവിടുമ്പോൾ നമ്മൾ കാല് കൊടുക്കും. അതിനെ കാല് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട, ഇനിഷ്യലി പയ്യെ കൊടുക്കുക, ഒറ്റ ചവിട്ടരുത്. അതിന് ഫ്രണ്ട് വരും, ടയർ പോവും, ചാർജും പോവും വെറുതെ. പിന്നെ ചാർജ് പോകുന്ന വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അത്ര വലിയ ഒരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടില്ല. സ്പോട്ടിലൊക്കെ ഇട്ട് ഓട്ടിക്കുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ആയിട്ട് ഒരു ലോങ് ടൈം ഒരു 3 month യൂസർ റിവ്യൂ ആയിട്ട് നമുക്ക് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ലോങ് പോയിട്ട് അതിന്റെ ഒരു ട്രിപ്പും കൂടെ പോകാം. എന്തായാലും ഒരു ട്രിപ്പും കൂടെ പോയി അങ്ങനെ നമുക്ക് കാര്യങ്ങളെല്ലാം കൂടെ നോക്കാം, റേഞ്ച് ടെസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് വീണ്ടും വന്നതിൽ. വീണ്ടും പുതിയ ലുക്കാ, താടിയൊക്കെ എടുത്ത് അയ്യത്ത് കളഞ്ഞു, വണ്ടിയുടെ ശേഷം ആള് മാറാട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് 2 പേരുടെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ഗൈസ്. ബൈ.